ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. രാവിലത്തെ വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഞാനൊരു 4 മണി ആയിക്കണേ വീഡിയോ എടുക്കുമ്പോൾ. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് അനിയത്തിൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ വീട്ടിൽ വന്നിട്ട് ചോറും കറിയൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ മക്കൾക്ക്. എന്നിട്ട് വേണം അങ്ങോട്ട് തന്നെ പോവാൻ. അപ്പോൾ ഉപ്പാക്ക് സുഖമില്ലാതെ അനിയത്തിൻ്റെ അവിടെയാണ് കേട്ടോ, പനിയൊക്കെ ആയ കാരണം. അപ്പോൾ വയസ്സായി ആവും ചെയ്തിരിക്കണു, അതിൻ്റെ ബുദ്ധിമുട്ടുകളും ഉണ്ട്. ഞാൻ വൻപയറാണ് കേട്ടോ കുക്കറിൽ വെച്ചിരിക്കണു. പിന്നെ ചോറിന് വെള്ളം വെച്ചിരിക്കണേ. പിന്നെ അനിയത്തിൻ്റെ അവിടെ നിന്ന് എല്ലും കപ്പിയും വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ മോനിക്ക് ലേശം കൊടുന്നതാണ്. പിന്നെ ഞാൻ വരുമ്പോൾ ലേശം സാധനങ്ങൾ വാങ്ങിക്കണം കേട്ടോ. കടല, പഴം, മുട്ട. അപ്പോൾ അതിന് മുട്ടക്കറി, ദോശമാവുണ്ട് ഫ്രിഡ്ജിൽ. അപ്പോൾ ഒരു ദോശ ഉണ്ടാക്കിക്കോളാമെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് അരി ഇടണം. ഇവിടുത്തെ ആൾക്ക് ചോറ് ദോശ ഒറ്റക്ക് ചുട്ടിട്ടൊന്നും തിന്നൂല. അത് കാരണം ചോറ് വെച്ചാൽ വിളമ്പി തിന്നോളും. അപ്പോൾ അങ്ങനെ കുറച്ച് പാത്രം ഓല് മാഗി അതും ഇതൊക്കെ ഉണ്ടാക്കി തിന്ന പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒക്കെ വേസ്റ്റൊക്കെ കളയാനും എല്ലാം ഉണ്ട്, പണികളുണ്ട്. ഒക്കെ കഴിഞ്ഞിട്ട് മഗ്‌രിബ് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് തന്നെ പോകും കേട്ടോ. അപ്പോൾ ഞാൻ ചോറൊക്കെ വെന്ത് വാർത്തിക്കണം കേട്ടോ. പിന്നെ പയറ് വെന്തിക്കണം. അപ്പോൾ പയറ് തോമിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വലിയ ഉള്ളി, വെള്ളക്കാന്താരി, കറിവേപ്പില, 2 3 വെളുത്തുള്ളി ചതച്ചിട്ടിരിക്കണം കേട്ടോ. അപ്പം ഞാൻ അപ്പുറത്തെ ചേച്ചിനെ കണ്ട് 2 കൊച്ചു വർത്താനം പറഞ്ഞപ്പോഴത്തേനെ ഉള്ളി കുറച്ചൊക്കെ ഒന്ന് കരിയാനായിരിക്കും കേട്ടോ. അപ്പം ഞാൻ പയറൊക്കെ ഇട്ട് കൊടുത്തിക്കണം. ഇനി നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. മുട്ടക്കറി എടുക്കണം. പിന്നെ ഒരു എരമ്പൽ വെക്കുന്നുണ്ടല്ലോ, അത് മെഷീനിൽ തുണിയിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്ത് വെച്ചിട്ട് വേണം എനിക്ക് പോവാൻ. അപ്പം ഞാൻ കറിക്കുള്ളത് നോക്കട്ടെ. അപ്പം ഞാൻ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി, പയറുപ്പേരി, ഞാൻ ലേശം ചായ ഉണ്ടാക്കിയിട്ട് ലേശം പയറുപ്പേരി എടുത്തുക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂടി ചായ കുടിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടി. കുറച്ച് തുണികൾ മടക്കി വെക്കാനുണ്ട്. പിന്നെ ചോറ് വാർത്ത് വെച്ചിക്കണം. പിന്നെ ഇവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി ഒക്കെ സെറ്റാക്കി വെച്ചിക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ വീട്. തേച്ചിട്ടൊന്നുമില്ല, നിലം ഒക്കെ അവിടെ ഇവിടെയൊക്കെ പരന്ന് കിടക്കുകയാണ് കേട്ടോ. ഞാനിങ്ങനെ പോണ കാരണം ഒന്നും അങ്ങോട്ട് വൃത്തിയിലും ഒന്നും വെക്കാൻ സമയം കിട്ടലില്ല. ദിവസം വരും, പക്ഷേ ഞാൻ രാവിലെ വരുമ്പോഴത്തേന് പിന്നെ തന്നെ ഒരവസ്ഥ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാൻ എന്തായാലും അങ്ങോട്ട് അനിയത്തിൻ്റെ അടുത്തൊക്കെ പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നാളെ. അസ്സലാമു അലൈക്കും.